എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല അല്ലേ? എങ്കിലും ചില കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊക്കെ സാധിക്കുമ്പോഴാണല്ലോ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുന്നത്. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാനായിട്ട് ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നാണല്ലോ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ലോകം മുഴുവനും നിന്നില്ലേലും ആ കാര്യം സാധിക്കാൻ ആരൊക്കെയാണോ കൂടെ നിൽക്കേണ്ടത് അവരൊക്കെ തന്നെ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുകയും അതുപോലെ തീവ്രമായിട്ട് പരിശ്രമിക്കുകയും വേണം എന്ന് മാത്രമേ ഉള്ളൂ. കൊച്ചു കൊച്ചു പൂക്കളും കൊച്ചു കൊച്ചു ഇലകളും ഒക്കെ കൊണ്ട് ഓട്ടോ അടയ്ക്കാമെന്ന് പറക്കം തലകിലെ ദിലീപ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. അതുപോലെ കൊച്ചു കൊച്ചു ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് വീടൊരു ജംഗിളാക്കി മാറ്റുക എന്നത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹ സബലീകരണത്തിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീടിനകത്തൊക്കെ നിലത്തൊക്കെ ചെടി വയ്ക്കാൻ സ്ഥലവും സൗകര്യവും ഒക്കെ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വിൻഡോ ഗാർഡൻ, അതായത് ഈ ജനാലകളിലൊക്കെ ചെടി വയ്ക്കുക, അതാണ്. ഇപ്പം ഞാൻ ഗ്ലാസ് ബോട്ടിലിൽ ഒരു കമ്പി ഉപയോഗിച്ച് റിങ് പോലെ ഉണ്ടാക്കിയിട്ട് അത് ജനലിൽ ഹാങ് ചെയ്തിടാൻ പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ് ആണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഭിത്തിയിൽ, സൈഡിലുള്ള ഭിത്തിയിൽ വെക്കാനായിട്ട് കുറച്ച് പോട്ട് സ്റ്റാൻഡുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഴയ വുഡൻ പീസസ് കൊണ്ട് 1-2 സ്റ്റാൻഡ് എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തുനിന്ന് ഇതിന് വേണ്ടിയിട്ട് അധികം പൈസയൊന്നും ചിലവായിട്ടില്ല. ഈ സ്റ്റാൻഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതേപോലെ കുറച്ച് പോട്ട് നമ്മൾ വാങ്ങി. അപ്പോൾ ഈ ഒരു ജനാലയിലാണ് നമ്മൾ വിൻഡോ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇൻബിൽറ്റായിട്ട് കുറച്ച് സ്പേസ് കൂടെ ഉണ്ട്, അവിടെയും നമുക്ക് ചെടി വയ്ക്കാൻ പറ്റും. ഈ വോളിൽ ഒരു സൈഡിലായിട്ട് നമ്മളൊരു പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇൻബിൽറ്റ് സ്പേസിൽ കുറച്ച് ടർക്കിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ജനലൊക്കെ മൊത്തം ഒന്ന് തൂത്ത് തുടച്ചെടുക്കുക, ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തെടുക്കുക. അതാണ് നമുക്ക് ഇതിനകത്ത് ആദ്യമായിട്ട് ചെയ്യാനുള്ള പണി. ഇനി നമുക്ക് പ്ലാന്റ്സ് എല്ലാം വയ്ക്കാം. അപ്പോൾ ഈ പോട്ട് ഞാൻ 60 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇതൊരു വോളിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോട്ടാണിത്. പ്ലാസ്റ്റിക് പോട്ടാണ്. ഒരു സെമി സർക്കിൾ ഷേപ്പിലാണ് ഈ പോട്ട് വരുന്നത്. അപ്പോൾ ഒരു ആണിയൊക്കെ അടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പാകത്തിനുള്ളൊരു പോട്ടാണ്. അപ്പോൾ ഇതേപോലത്തെ 4 പോട്ട് ഞാൻ വാങ്ങി. ഇതിൽ നമ്മുടെ ഗോൾഡൻ പോത്തോസ് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ വിൻഡോയിൽ ഒരു ആണി അടിച്ചിട്ട് അതിൽ തൂക്കിയിടുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഗ്ലാസ് ബോട്ടിലും ഇതേപോലെ ഈ ഹാങ് ചെയ്തിടാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി തന്ന ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡ് നമ്മുടെ പ്രൊപ്പഗേഷൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ആ ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടു. 2 ആണി അടിച്ചിട്ട് അവിടെ ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്, അതിൽ ഹാങ് ചെയ്തിട്ടു. അതിൽ ഞാനൊരു ഇംഗ്ലീഷ് ഐവി പ്ലാന്റ് വെച്ചു. പിന്നെ ഒരു ഫിറ്റോണിയുടെ ഒരു പ്ലാന്റും കൂടെ വെച്ചു. പിന്നെ ഒരു ചെറിയ മിനിയേച്ചർ കപ്പ് കൂടെ അവിടെ വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക്. പിന്നെ ഉള്ളത് ഈ ഒരു സ്റ്റാൻഡാണ്. അവിടെ ഞാൻ 1-2 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അവിടെ ഫിലോഡൻഡ്രൻ ബ്രസീൽ, പെപ്പറോമിയ, ഒരു എൻജോയ് പോത്തോസ്, 3 പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്പേസിൽ നമുക്ക് കുറച്ച് പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റീസും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് നമുക്ക് കളർഫുള്ളാക്കി എടുക്കാൻ പറ്റും. അപ്പം മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ് കൊണ്ടാണ് ഞാൻ കൂടുതലും ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭാഗം ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ നമുക്കൊന്ന് കുറച്ച് പ്ലാന്റ്സ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്നേക്ക് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിങ്കോണിയം പ്ലാന്റ്, അതുപോലെ ഒരു ലക്കി ബാമ്പും കൂടെ വെച്ചപ്പോൾ അത് ഫില്ലായിട്ടുണ്ട്. പിന്നെ ഞാൻ മുകളിൽ സീലിങ്ങിൽ വാർക്കയാണ് അവിടെ ഞാൻ ഒരു ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ നമ്മളൊരു ഫിലോഡൻഡ്രൻ പ്ലാന്റ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ 2 ഹുക്കാണ് നമ്മൾ അവിടെ പിടിപ്പിച്ചിട്ടുള്ളത് മുകളിൽ നിന്ന് ഹാങ് ചെയ്തിടാൻ പാകത്തിന്. അപ്പോൾ ഇവിടെ ഒരു ഫിലോഡൻഡ്രൻ ബ്രസീലിൻ്റെ ഒരു പ്ലാന്റും കൂടെ ഇവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ വിൻഡോ ഗാർഡൻ സെറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ വിൻഡോ ഗാർഡൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഭാവിയിൽ നമ്മൾ ചെടികളൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ചെടികളൊക്കെ വെച്ച് ഇത് കുറച്ചുകൂടി ഒന്ന് ജംഗിളാക്കി മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.